വളരെ റാഹത്തും സന്തോഷവുമുള്ള ഈ ഗ്രൂപ്പിൽ സംബന്ധിക്കാൻ അല്ലാഹു തൗഫീഖ് തന്നു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് തുമ്മ അൽഹംദുലില്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്, മാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വ അൻത ഫീഹിം. മാ കാനല്ലാഹു ലിയുഅദ്ദിബഹും, ഒരാളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അദാബിലാക്കുകയില്ല, ശിക്ഷിക്കുകയില്ല. വ അൻത ഫീഹിം, നബിയെ നിങ്ങൾ അവരിലാണ്. അല്ലാഹുവിന്റെ പ്രവാചകർ ഏതൊരു സമൂഹത്തിലുണ്ടോ ആ സമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുകയില്ല. ഈ ആയത്തിന്റെ തഫ്സീറിൽ ബഹുമാന്യരായ പണ്ഡിതന്മാർ ഒരുപാട് അർത്ഥതലങ്ങളിലേക്ക് പോകുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള ഓർമ്മയും അള്ളാഹുവിന്റെ പ്രവാചകരോടുള്ള മഹബ്ബത്തും നമ്മുടെ ഖൽബിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങുമെന്നാണ് ഇതിന്റെ ഉദ്ദേശാർത്ഥമെന്ന് ബഹുമാന്യരായ പണ്ഡിതന്മാർ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ആഖിറു സമാനിൽ ഹറാമുകൾ വല്ലാതെ പടർന്ന് പന്തലിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ആഖിറം സലാമത്താവാൻ നമുക്ക് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും വലിയ മാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കലാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരുപാട് സ്വലാത്തുകൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ആ സ്വലാത്തുകളിലൊക്കെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ. ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസമായിരുന്ന സയ്യിദുന യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ജാമിഉ കറാമത്തിൽ ഔലിയ എന്ന് പറയുന്ന കിതാബിൽ പറഞ്ഞ അൽ കുതുബുൽ മക്തൂം സയ്യിദി അബുൽ അബ്ബാസ് അഹ്മദ് ബിൻ മുഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹു, ആ മഹാനുഭാവന് അള്ളാഹുവിന്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വലാത്തുൽ ഫാത്തിഹ ഉണർവിൽ നൽകി. മാത്രമല്ല, ബഹുമാനപ്പെട്ട അഹ്മദ് തിജാനി തങ്ങളോട് അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞു, ഇത് ആഖിറു സമാനിലേക്കുള്ള സ്വലാത്താണ്. ആരെങ്കിലും ഈ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അവനക്ക് നരകമോചനമുണ്ട് എന്ന് ഈ സമൂഹത്തിനെ പഠിപ്പിക്കണമെന്ന് ലോകത്തിന്റെ നായകൻ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഹ്മദ് തിജാനി തങ്ങളോട് പറഞ്ഞതായി കിതാബുകളിൽ കാണാം. എന്റെ സഹോദരന്മാരെ, എല്ലാ പുഴകളും സമുദ്രത്തിലേക്കാണ് ചെന്നു ചേരുന്നത് എന്നതുപോലെ എല്ലാ സ്വലാത്തിന്റെയും രഹസ്യങ്ങൾ അടങ്ങിയതാണ് സ്വലാത്തുൽ ഫാത്തിഹ. ഒരുപാട് രഹസ്യങ്ങളുടെ കലവറയാണ് സ്വലാത്തുൽ ഫാത്തിഹ. മാത്രമല്ല, ജഗന്നിയന്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ നായകൻ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ചൊല്ലിയ സ്വലാത്ത് ഈ സ്വലാത്തുൽ ഫാത്തിഹ ആണ് എന്ന് കിതാബുകളിൽ കാണാം. ബഹുമാനപ്പെട്ട സയ്യിദുന അലി റളിയല്ലാഹു അൻഹു ഈ സ്വലാത്ത് പതിവാക്കിയിരുന്നതായി കിതാബുകളിൽ കാണാം. ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ ആലം ശൈഖ് മുഹയ്യിദ്ദീൻ റളിയല്ലാഹു അൻഹു ഈ സ്വലാത്ത് പതിവാക്കിയിരുന്നതായി കിതാബുകളിൽ കാണാം. ബഹുമാനപ്പെട്ട സയ്യിദ് ബക്കരി റളിയല്ലാഹു അൻഹു ഈ സ്വലാത്ത് പതിവാക്കിയതായി കിതാബുകളിൽ കാണാം. കാരണം അത്രമാത്രം ശ്രേഷ്ഠതകൾ അടങ്ങിയ ഒരു സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ. മാത്രമല്ല, ഈ 7 ആകാശങ്ങളും 7 ഭൂമികളിലുമുള്ള മുഴുവൻ ആളുകൾ ശ്രമിച്ചാൽ പോലും സ്വലാത്തുൽ ഫാത്തിഹിന്റെ രഹസ്യം കണ്ടുപിടിക്കാൻ കഴിയില്ല. അത്രമാത്രം വിശാലമാണ് സ്വലാത്തുൽ ഫാത്തിഹ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ആഖിറു സമാനിൽ നമുക്ക് അള്ളാഹുവിന്റെ തൃപ്തി വേണം, നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൃപ്തി വേണം. ആ തൃപ്തി കിട്ടുന്ന, നമുക്ക് ആഖിറം സലാമത്താകാൻ പറ്റുന്ന ഏറ്റവും സുന്ദരമായ സ്വലാത്ത് അത് സ്വലാത്തുൽ ഫാത്തിഹ ആണ് എന്ന് നമ്മൾ ആരും മറന്നുപോകാൻ പാടില്ല. അതുകൊണ്ട് നമ്മുടെ നാവിൻ ചുണ്ടിൽ, നമ്മുടെ നാവിൽ ഇനി തത്തിക്കളിക്കേണ്ടത്
ഇനി സ്വലാത്തുൽ ഫാത്തിഹ ആയിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. സ്വലാത്തുൽ ഫാത്തിഹകൾ ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉണർവിൽ കണ്ട ബഹുമാന്യരായ അള്ളാഹുവിന്റെ ആരിഫീകളാകുന്ന ഔലിയാക്കൾ ഈ ലോകത്ത് ജീവിച്ച് വഫാത്തായി പോയിട്ടുണ്ട്. സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അനുരാഗമങ്ങ് വർദ്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉണർവിൽ കണ്ട ബഹുമാന്യരായ ആളുകൾ ഈ ലോകത്തുനിന്ന് വഫാത്തായി പോയിട്ടുണ്ട്. അവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉണർവിൽ പോലും കാണാൻ കഴിയുന്ന സുന്ദരമായ ഒന്നാണ് സ്വലാത്തുൽ ഫാത്തിഹ. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം സ്വലാത്തുൽ ഫാത്തിഹകൾ ചൊല്ലുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ സ്നേഹമാണ് മദീന എന്ന് പറയുന്ന ഈ ഗ്രൂപ്പിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ വലിയ റാഹത്തും സന്തോഷവും തോന്നാണ്. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ബഹുമാന്യരായ സാദാത്തുക്കൾ, അതുപോലെ തന്നെ പണ്ഡിതന്മാർ, അതുപോലെ തന്നെ ഇതിന്റെ അഡ്മിൻ പാനൽ, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്, വലിയ സന്തോഷം തോന്നുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരെ പരിശ്രമം വിജയിപ്പിക്കുമാറാവട്ടെ.